ഇത്രയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചത് ഈ സപ്പോർട്ടാണ്. അതായത് നമ്മള് നമ്മുടെ ഡൗട്ട് ഉള്ളപ്പം അത് ക്ലിയർ ചെയ്ത് തരുകയാണെങ്കിൽ നമ്മൾ അത് പെട്ടെന്ന് കവറായി പോകും. യെസ്. പക്ഷെ നമ്മള് പലയിടത്തും പോകുന്ന ടൈമില് ഈ ഡൗട്ട് ഇടുന്ന ടൈമിൽ കുറെ നേരം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ കഴിഞ്ഞു അന്നേരം നമുക്ക് കവർ ചെയ്യേണ്ട ടൈം വീണ്ടും അവിടെ പെൻഡിങ് ആവും. അതാണ് ഇത്രയും പെട്ടെന്ന് ഈ സപ്പോർട്ടാണ് ഇത്രയും, അതായത് ഈ എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ പെട്ടെന്ന് തരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. ഓക്കെ. ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു കാരണവശാലും ഇത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്ത് വരാൻ പറ്റില്ലായിരുന്നു. 100% എനിക്ക് ഓക്കെയാണ്, കംഫർട്ടബിൾ ഓക്കെയാണ്, സംഭവം പക്കാണ്. ഓക്കെ, ആ കൊടുത്ത മണിക്ക് പക്കാണ്. ഓക്കെ. ഹായ് ബ്രോ. ആ അതെ സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതുണ്ട്. നമ്മള് ബിഗിനർ ആയിട്ടില്ലേ ബ്രോ ഇത് സ്റ്റാർട്ട് ചെയ്തത്? ആ ആ ആ എത്ര ടൈം എടുത്തു ബ്രോ നമുക്ക് ഇതൊരു കയ്യിലാകാൻ വേണ്ടിട്ട്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ബ്രോ ഇപ്പൊ എത്ര ടൈം എടുത്തിട്ടുണ്ടായിരുന്നു? അപ്രോക്സിമേറ്റ്ലി 1 മന്ത് എടുത്തില്ല, അതിനു മുമ്പ് ക്ലിയർ ആയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് ഒരു ബിഗിനർ ലെവലിൽ നിന്ന് ഒരു ഫോറക്സ് ട്രേഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ടെൻഷൻ ആയിരിക്കും, ഭയങ്കര സംഭവം, പഠിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര റിസ്ക് ആണ്, സത്യമാണ്. നമ്മൾ മനസ്സിലാക്കി പഠിക്കാത്തിടത്തോളം കാലം റിസ്ക് ആണ്. പക്ഷേ ഇത്രയും ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും തോന്നിയിട്ടുണ്ടോ ബ്രോ? ആ പിന്നെ അത് സാറേ, അത് വേറൊരു വിഷയം എന്ന് വെച്ചാല് നമുക്ക് ഇത്രയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചത് ഈ സപ്പോർട്ടാണ്. അതായത് നമ്മള് നമ്മുടെ ഡൗട്ട് ഉള്ളപ്പം അത് ക്ലിയർ ചെയ്ത് തരുകയാണെങ്കിൽ നമ്മൾ അത് പെട്ടെന്ന് കവറായി പോകും. യെസ്. പക്ഷെ നമ്മള് പലയിടത്തും പോകുന്ന ടൈമില് ഈ ഡൗട്ട് ഇടുന്ന ടൈമിൽ കുറെ നേരം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ കഴിഞ്ഞു അന്നേരം നമുക്ക് കവർ ചെയ്യേണ്ട ടൈം വീണ്ടും അവിടെ പെൻഡിങ് ആവും. അതാണ് ഇത്രയും പെട്ടെന്ന് ഈ സപ്പോർട്ടാണ് ഇത്രയും, അതായത് ഈ എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ പെട്ടെന്ന് തരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഈ ഒരു 1 2 3 ആഴ്ച കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തത്. ആ ഉം. Okay. എങ്ങനെയുണ്ട് ബ്രോ ഓൾ ഓവർ ട്രൂസൻസിന്റെ കൂടെ വന്നിട്ട് എന്തെന്റെ എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് സൂപ്പറാ. സൂപ്പർ പിന്നെ എങ്ങനെ സപ്പോർട്ടിനെ പറ്റി ഇപ്പൊ പറഞ്ഞല്ലോ അല്ലെ? അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഓക്കെ. പിന്നെ സ്ട്രാറ്റജി എങ്ങനെ ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്ത് നോക്കിയോ? ലൈവില് ഡെമോയില് ഓക്കെ അതെ, ചെയ്ത് അല്ല, നോക്കി. ലൈവ് മാർക്കറ്റ് തന്നെയല്ലേ ഡെമോ ചെയ്യാറ്? ആ ഡെമോ ചെയ്യാറുണ്ട് ലൈവില്. ലൈവിൽ തന്നെ ചെയ്യാറ്. ലൈവിൽ എങ്ങനെ ആ ലൈവ് ടി ചെയ്യും. എം സി സ്ട്രാറ്റജി അപ്ലിക്കബിൾ ആയോ, സക്സസ് ആയോ, എന്താണ് ബ്രോ? സക്സസ് ആണ്, ഓക്കെ ആണ്, ഓക്കെ 100% ഓക്കെ. എത്ര പെർസെന്റേജ് ബ്രോന് ഇപ്പം വിന്നിംഗ് റേഷ്യോ കിട്ടിയിട്ടുണ്ട് ടി എം സി അപ്രോക്സിമേറ്റ്? ഒരു ഞാനൊരു ഒരു $5000 അക്കൗണ്ട് എടുത്തിട്ട് ഇപ്പൊ ഒരു 6000, ഞാനൊരു 1 വീക്ക് ആയതേ ഉള്ളൂ ചെയ്തു തുടങ്ങിയിട്ട് 6000 ആയിട്ടുണ്ട്. പക്ഷെ അത് ഈ ലോഡ് സൈസിന്റെ വിഷയമാണ് ഞാൻ സാറിന്റെ അടുത്ത് ചോദിച്ചത്. ഓക്കെ. ഇങ്ങനെ ഇപ്പൊ ക്ലിയർ ആയില്ലേ ലോട്ട് സൈസ് എങ്ങനെയൊക്കെയാ വെക്കേണ്ടത്? ഇപ്പൊ ക്ലിയർ ആയി, ക്ലിയർ സേഫ് ആയി. ആയിട്ട് മാത്രം മുന്നോട്ട് പോവാം. 100% സക്സസ് ആയിട്ട് നമുക്ക് കീപ് മൂവിങ് ആയിട്ട് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ. എന്നിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ഗ്രാജുവലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാറ്റങ്ങൾ വരുത്താം. ഇത്രേ ഉള്ളൂ ഇതിന്റെ സീക്രട്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എങ്ങനെ തോന്നുന്നു ബ്രോ, വാല്യൂ ഫോർ മണി ആണോ കോഴ്സ്? ഇപ്പം 50,000 വേർത്ത് ആണോ കോഴ്സ്, അല്ലെങ്കിൽ പിന്നെ ഇത് വേസ്റ്റ് കോഴ്സ് ആണ്? കുറെ ആൾക്കാർ ചോദിക്കുന്നത് കേൾക്കാറില്ല, ഇത് കോഴ്സ് എടുക്കാത്ത ആൾക്കാരെ. അത് സംഭവം ഈ 100% എനിക്ക് ഓക്കെയാണ്, കംഫർട്ടബിൾ ഓക്കെയാണ്, സംഭവം പക്കാണ്. ഓക്കെ, ആ കൊടുത്ത മണിക്ക് പക്കാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ പുതിയതായിട്ട് ഇപ്പം ഒരുപാട് ആൾക്കാർ പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടാവും. ഇപ്പം അവര് ഫോറക്സ് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഇഷ്ടം ഇപ്പം കൂടി കൂടി വരിക ചെയ്യുന്ന ആൾക്കാർക്ക്. സോ ഒരുപാട് കോഴ്സുകൾ അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ അവർ എന്തുകൊണ്ട് ട്രൂ സെൻസിനെ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ ബ്രോ ഇപ്പൊ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കും? അത് സപ്പോർട്ടാണ്, മെയിൻ സപ്പോർട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും പെട്ടെന്ന് ഇത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇത്രയും നല്ല സപ്പോർട്ട് ഇല്ലാതെ ഒരു കാരണവശാലും നടക്കത്തില്ല. ഓക്കെ. ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു കാരണവശാലും ഇത്രയും പെട്ടെന്ന് ഇത് ക്ലിയർ ചെയ്ത് വരാൻ പറ്റില്ലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തരുന്ന ടാസ്ക് കാര്യങ്ങൾ, ഇപ്പം ഒരുപാട് അസൈൻമെന്റ്സ് ഇപ്പം ചാർട്ട് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ, നമ്മൾ പറഞ്ഞ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു ആ, ടാസ്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് മടി കാണിച്ചു കഴിഞ്ഞാൽ എപ്പോഴേലും റിസ്ക്, ഈ ഒരു എന്താ പറയുക, റിസൾട്ട് കിട്ടുന്ന ബ്രോന് തോന്നുന്നുണ്ടോ? ചാർട്ട്. ഇല്ലില്ല, അത് നമ്മള് അസൈൻമെന്റ് കറക്റ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ ഇത് പക്കാണ്. അതായത് നമ്മൾ 1 മന്തിനുള്ളിൽ ഓക്കെ ആവും, ഇതെല്ലാം സ്ട്രാറ്റജി പക്കായിട്ട് കയ്യിൽ വരും. നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് ചോദിച്ചതാണ്. എന്താ വെച്ചാൽ നമുക്കിപ്പോ 1 2 ആൾക്കാരൊക്കെ നമുക്ക് സ്റ്റുഡൻസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അവര് വീഡിയോസ് മുഴുവനായിട്ട് വെറുതെ ഒരു ദിവസം കൊണ്ട് തന്നെ മൊത്തം വീഡിയോ വെറുതെ കണ്ടു തീർക്കും.
നമ്മൾ വീഡിയോ ആ കാണാനല്ലല്ലോ ലക്ഷ്യം, പഠിക്കാനല്ലേ നമ്മൾ പൈസയും തന്നിട്ട് ഇവിടെ വരുന്നത്. അപ്പോൾ ബ്രോ ഇപ്പൊ എന്താ ചെയ്തത്? ഒരു സെക്ഷൻ പഠിച്ചു, അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ അബീൻ്റെ അടുത്ത് ചോദിച്ചു, അല്ലെങ്കിൽ മെന്റേഴ്സിന്റെ അടുത്ത് വേറെ ഉള്ളത് അവരുടെ അടുത്ത് ചോദിച്ചു. പിന്നെ അതിൽ എന്തെങ്കിലും അസൈൻമെന്റ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്തിട്ട് നമുക്ക് അയച്ചു തന്നു. അതിൽ തിരുത്തുണ്ടെങ്കിൽ ഒന്നുകൂടി പഠിച്ചു. അതല്ലാതെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒന്ന് രണ്ട് ആൾക്കാർ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മുഴുവനായിട്ട് വെറുതെ ഒന്ന് ഓടിച്ച് വിട്ടിട്ട് പറഞ്ഞ് നമുക്ക് ലൈവ് സൂം മീറ്റ് വേണം. അങ്ങനെയുള്ളവർക്ക് സൂം മീറ്റ് കിട്ടിയതിനെ കൊണ്ടൊന്നും കാര്യമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അതായത് നമ്മൾ ഒരു ഒരു സംഭവം ഒരു 80% നമ്മൾ അവിടുന്ന് കവർ ചെയ്തിട്ട് സൂമിൽ വന്നിരിക്കുകയാണെങ്കിൽ ബാക്കി 20% കൂടെ ആകുമ്പോൾ 100% ഓക്കെ ആയി പക്കായി. പക്ഷെ അവിടുന്ന് നമ്മളൊരു 20% പഠിച്ചിട്ട് ഇവിടുന്ന് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് പോയാൽ അതായത് അവിടെ ഒന്നും അറിയത്തില്ല. എന്നിട്ട് നമ്മൾ ഇവിടെ കേൾക്കുമ്പോൾ ആദ്യം കേട്ടതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ആദ്യമേ നമ്മൾ അവിടെ ക്ലിയർ ചെയ്തിട്ട് തിരിച്ച് ഇവിടെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പക്കായി. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. എന്തായാലും ബ്രോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഓക്കെ ഓക്കെ. പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്ന മാത്രമല്ല, ഷെയർ ചെയ്യാൻ നമ്മുടെ അടുത്ത് എല്ലാവർക്കും ഹാപ്പി. നല്ല പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ ബ്രോ. താങ്ക് യു. ഓക്കെ ഓക്കെ ശരി. ഓക്കെ. ഓക്കെ താങ്ക് യു.